വാളയാറിൽ ആൾക്കൂട്ടക്കൊലക്കേസിൽ 8 പ്രതികൾക്ക് ജാമ്യം കിട്ടിയതിൽ പ്രതിഷേധിച്ച രാംനാരായണന്റെ സഹോദരൻ ശശികാന്ത് കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം തുടങ്ങി. സത്യാഗ്രഹ സമരം സിന്ദാബാദ്. രാംനാരായണനെ കൊലപ്പെടുത്തിയ ആർഎസ്എസ് കൊലയാളികളുടെ ജാമ്യം റദ്ദു ചെയ്യാൻ ഇടപെടൂ സർക്കാരേ. ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണൻ ഡിസംബർ 17 രാത്രിയാണ് കൊല്ലപ്പെട്ടത്. പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷൻ ദുർബലമായതിനാലെന്ന് ശശികാന്ത് ആരോപിച്ചു. സംസ്ഥാന സർക്കാർ ലാഘവത്തോടെയാണ് കേസ് കൈകാര്യം ചെയ്യുന്നതെന്നും കുടുംബം ആരോപിച്ചു. സർക്കാരിന്റെ വീഴ്ചയാണിത്. ജാമ്യം റദ്ദാക്കാൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കണം. രാംനാരായണന്റെ കുടുംബവും കോടതിയെ സമീപിക്കുമെന്ന് ശശികാന്ത് പറഞ്ഞു. हमारी डिमांड ये है कि हमारे मामले में जो है SC/ST की धारा जो नहीं लगाया है वो लगाया जाए। चूँकि आरोपियों को जो है जमानत पे छोड़ दिया गया है तो उसकी जमानत जो है खारिज किया जाए और हमारे मामले जो है हाई कोर्ट में जो है दर्ज किए जाए। अभी तो सर पलक्कड़ जो है कलेक्टर के सामने आए हैं। यहाँ से जो आगे की जो है मार्ग देखेंगे, यहाँ पे क्या हमें राहत मिलता है, उसके बाद आगे फिर मांग करेंगे हम. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതീവ ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു. രാംനാരായണൻ കൊല ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ പോലും കേരള സർക്കാർ ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത്. അതിനുശേഷം സർക്കാർ ശ്രദ്ധയിൽ ഈ വിഷയം വരികയും അതിൽ ഗൗരവമുള്ള മൊബൈൽ ലിഞ്ചിങ് വകുപ്പ് വരെ ഉൾപ്പെടുത്തണമെന്ന ആക്ഷൻ കൗൺസിലിൻ്റെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവുകയും ചെയ്തതാണ്. ശേഷം ആ കേസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ണാർക്കാട് SC/ST കോടതിയിൽ ആ പ്രതികൾക്ക് വളരെ എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാവുന്ന രീതിയിൽ പ്രോസിക്യൂഷൻ ദുർബലമായിരുന്നു. മാത്രമല്ല അവിടെ ഒരു സ്ഥിരം പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ല എന്നുള്ളത് കൂടിയാണ് വസ്തുത. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇത് സർക്കാരിൻ്റെ ഭാഗത്ത് സംഭവിച്ചുള്ള ഗുരുതരമായ വീഴ്ചയാണ്. ഇത് കേരളത്തിൽ സംഭവിച്ച ഒരു മൊബൈൽ ലിഞ്ചിങ് കേസിൽ സർക്കാർ എടുക്കേണ്ട വളരെ സുതാര്യ നടപടികളുണ്ട്. ഇപ്പോൾ SC/ST കേസിൽ തന്നെ ഒരാൾക്ക് ജാമ്യം അനുവദിക്കണമെങ്കിൽ പ്രതി അതിൻ്റെ ഇരകളുടെ ഭാഗം കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ വളരെ പെട്ടെന്ന് അത് അട്രാക്ട് ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ജാമ്യം അനുവദിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഇവിടെയുള്ള കീഴ്വഴക്കങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് ഇത് മറികടക്കേണ്ട സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രോസിക്യൂഷനാണ്. പക്ഷേ പ്രോസിക്യൂഷൻ ദുർബലമായതുകൊണ്ട് തന്നെ ആവശ്യമായ വാദം ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സർക്കാർ വളരെ പെട്ടെന്ന് ഇതിൽ സംഭവിച്ച അബദ്ധം തിരിച്ചറിഞ്ഞുകൊണ്ട് വീഴ്ച മനസ്സിലായിക്കൊണ്ട് കേരള സർക്കാർ ഹൈക്കോടതി സമീപിച്ച് ഈ പ്രതികളുടെ ജാമ്യം റദ്ദു ചെയ്യാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കണം. അതിനുവേണ്ടി ഈ ഉള്ള സമരമാണ് സഹോദരൻ ശശികാന്ത് ആരംഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് നിവേദനം നൽകുന്നുണ്ട്. അതിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് ലഭിക്കുന്നതുവരെയും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണ കൊടുക്കാനാണ് ആക്ഷൻ കൗൺസിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും തീരുമാനിച്ചിട്ടുള്ളത്. ആക്ഷൻ കൗൺസിൽ നേതാക്കളായ K. ശിവരാമൻ, അഡ്വക്കേറ്റ് KS നിസാർ, M. സുലൈമാൻ, വിളയോടി ശിവൻകുട്ടി എന്നിവർ സമരത്തിന് അഭിവാദ്യമർപ്പിച്ചു. UTV ന്യൂസ്, പാലക്കാട്.